ഷോർട്ട് കട്ടുകളില്ല. ഷോർട്ട് കട്ട് അറിയുന്നുണ്ടെങ്കിൽ ഭഗവാന് ഈ ജ്ഞാനപ്പഴം കിട്ടാൻ ഭഗവാൻ അറിയാത്തതല്ല. അച്ഛനെ അമ്മേനെ പൂന്തവണ ചുറ്റിയാൽ മതി. ഭഗവാൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോയി, തിരിച്ചു വന്നപ്പോഴേക്കും കഴിഞ്ഞു. ഭഗവാന്റെ മൈൻഡ് ഇന്നസെന്റ് ആണ്, വളരെ നിഷ്കളങ്കനാണ് മുരുകൻ. നേരെ വാ. ആ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്കും ഈ ഭഗവാന്റെ സാക്ഷാൽ മഹാദേവന്റെ പ്രീതി ആത്യന്തികമായിട്ട് ഉണ്ടാവുന്നതാണ്. ശിവൻ ശിവനാക്കി തീർക്കും തന്റെ ഭക്തരെ എന്ന് പറയാറുണ്ട്. അതുപോലെ കയറി വരുന്ന ഓരോരുത്തരോടും നിങ്ങളിലുള്ള എന്നെ തിരിച്ചറിയൂ എന്ന് പറയുന്ന രണ്ടുപേരെ നമുക്കുള്ളൂ. എല്ലാരും എന്താ പറയണേ, എങ്കിലും പ്രത്യക്ഷത്തിൽ നമ്മൾ അയാളെ കാണാൻ പോണ സമയത്ത് നിങ്ങളിലുള്ള എന്നെ നിങ്ങൾ തിരിച്ചറിയൂ എന്ന് പറയുന്ന രണ്ട് മക്കളാണ് വേദനാഥനുള്ളത്. ഒന്ന് സ്വാമി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തത്വമസി, നമുക്ക് അതിനെ കുറിച്ച് പറയാൻ ചെയ്യാം. രണ്ടാമത്തെ ആള് മുരുകനാണ്. എന്താ ഭഗവാൻ പറയണേ? കേറി വരുന്ന ആളുകളോടൊക്കെ പണ്ട് പഴം കിട്ടാതെ കുന്നിന്റെ പുറത്ത് കയറി നിന്ന സമയത്ത് സാക്ഷാൽ ജഗദംബിക വന്ന് പറയുന്നുണ്ട്, മോനെ ഒരു പഴം കിട്ടാത്തതിന്റെ പേരിലൊക്കെ നീ പിണങ്ങി വന്നാലോ? ആ പഴം കിട്ടാതെ പോയി നിന്ന ഉണ്ണിയോട്, മോനെ വെറും ഒരു പഴത്തിന്റെ പേരിൽ നീ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നോ? യഥാർത്ഥത്തിലുള്ള പഴം നീ തന്നെയല്ലേ എന്നത്ര ചോദിച്ചത്. പഴം നീ തന്നെയല്ലേ എന്ന് ചോദിച്ചത് കൊണ്ട് ആ സ്ഥലത്തിന് പഴനി എന്ന് പേര് വന്നു. കേറി വരുന്ന ആൾക്കാരോടൊക്കെ മുരുകൻ പറയുന്നതും, നിങ്ങൾ ഏത് പഴമാണോ തേടി വരുന്നത് ആ പഴം നമ്മൾ ഓരോരുത്തരും തന്നെയാണ് തിരിച്ചറിയുക. സ്വാമി അത് ഉപനിഷത്ത് വാക്യായിട്ടുള്ള തത്വമസി എന്ന ഭാഷയിൽ പറഞ്ഞു. സ്വാമിയുടെ സഹോദരൻ അത് സിമ്പിൾ തമിഴില് പഴനി എന്ന പേരോട്ട് പറഞ്ഞു.